എനിക്കിപ്പോഴും ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു വിഷമം തോന്നുന്നൊരു കാര്യമേ, ആ ജയിലില് വെങ്കി കാണുന്ന സമയത്ത് ഒരു ഓക്കെ ആണോ ആ സിറ്റുവേഷനിൽ ചോദിക്കാൻ പറ്റുന്നതെന്നൊരു അത്ഭുതമല്ലേ? തീർച്ചയായിട്ടും. റിലീസിന്റെ അന്ന് ഞാൻ ഒരു ഡ്രസ് കൊടുത്തേ. സത്യം. അതേതായിരുന്നു കളർ? അത് വൈറ്റ് ഷർട്ടും വൈറ്റ് വുഡും. അപ്പൊ നീ ഇതെങ്ങനെ പെട്ടെന്ന് ഓർത്തിരിക്കാൻ പറ്റുന്നത്? അതാണ് കോസ്റ്റ്യൂം ഡിസൈനർ. അതുകൊണ്ടല്ല, അതൊക്കെ ഒരിക്കലും മറക്കാൻ പറ്റാത്ത മൊമെന്റ്സുകളാ. അതായത് കാരണം എനിക്ക്, ഞാൻ പറഞ്ഞില്ലേ, എനിക്കൊരു എന്റെ ഒരു ജോലി ചെയ്യുന്ന ഒരു സ്പേസ് മാത്രമല്ലത്, എന്റെ വീടാ, എന്റെ വീടാണത്. കാരണം അതുപോലെയാണ് എനിക്ക് അവിടെ എല്ലാവരും എന്നെയും അതുപോലെ കാണുന്നുണ്ട്. കാരണം എനിക്ക് അവിടെ എന്തും പറയാം, അല്ലെങ്കിൽ എന്തും എനിക്ക് ആ സ്പേസ് ഉണ്ട്. അപ്പൊ അത് കാരണം എനിക്ക് അത്ര എഫെക്ഷൻ ഉണ്ട്. ഈ ദിലീപേട്ടനോടൊപ്പം യാത്ര ചെയ്യുമ്പോഴും ഫുഡ് കഴിക്കുമ്പോഴും ടൈം സ്പെൻഡ് ചെയ്യുമ്പോഴും ദിലീപേട്ടൻ തന്നൊരു ഊർജ്ജം അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് എന്തായിരിക്കും വെങ്കിക്ക്? ധൈര്യമായിട്ട് മുന്നോട്ട് പോകും. എന്ത് വന്നാലും എനിക്ക് ഒരുപാട് ഇതിന്റെ ഇടയ്ക്ക് ഈ പറഞ്ഞ പോലെ നമ്മൾ ജോലി ചെയ്യുന്ന സ്പേസുകളിലാണെങ്കിലും പല ഇഷ്യൂസുകൾ ഉണ്ടാവും. കാരണം പലതും ഉണ്ടാവും. അത് ഞാനും ചിലപ്പോൾ ഷെയർ ചെയ്യാറുണ്ട്. അത് നമ്മൾ ഓട്ടോമാറ്റിക് നമ്മളിപ്പോ കൂട്ടുകാരെന്ന് പറയില്ല, കൂട്ടുകാർ പറയുമ്പോൾ നമ്മൾ കൂട്ടുകാരുടെ അടുത്ത് ഒരാളോട് പറയുമ്പോൾ നമുക്കൊരു ആശ്വാസം കിട്ടണേ എന്ന് പറഞ്ഞാൽ ഞാൻ പറയാറുണ്ട്. പറയുമ്പോ അങ്ങനെ പ്രശ്നമുണ്ട്, അപ്പൊ ഇങ്ങനെ ഡീൽ ചെയ്താൽ പോലെ, അത് വേറെ പ്രശ്നമൊന്നുമില്ല, സൊല്യൂഷൻസ് എനിക്ക് പറഞ്ഞു തരാറുണ്ട്. അപ്പൊ എനിക്കൊരു മെന്ററും കൂടിയാണ് വെങ്കി. ഇന്ന് മലയാള സിനിമയില് ഉള്ള നടന്മാരെക്കാൾ ദിലീപേട്ടന്റെ ബന്ധങ്ങള് വലുതാണെന്ന് പറഞ്ഞാൽ എന്ത് തരും ഉത്തരം? വലുതാണ്. 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 എപ്പോഴും ഞെട്ടിച്ചിട്ടുണ്ടോ ഏതെങ്കിലും മുഹൂർത്തത്തിലോ സിറ്റുവേഷനിലോ? ഞെട്ടിച്ചിട്ടുണ്ടോ വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയല്ല. അതായത് കാരണം ബന്ധങ്ങൾ ഭയങ്കരമായിട്ട് കീപ്പ് ചെയ്യുന്ന ആളാണ്. അത് ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ ഭയങ്കര. ഇപ്പൊ ഞാൻ ചില സ്ഥലത്ത് നമ്മൾ പോകുമ്പോ ഞാൻ പറയാറുണ്ട്, ഇത് അന്ന് വന്ന് എനിക്കറിഞ്ഞൂടെ, എനിക്കറിയില്ല, ഞാൻ കണ്ടിട്ടുള്ളതല്ലേ, എന്നോട് പറയും. അപ്പൊ ഞാൻ ഓർമ്മയുണ്ടല്ലേ, അത് ഒരു ദിവസം എത്ര പേരെ കണ്ടതല്ലേ എന്ന്. കാരണം ഞാൻ ബന്ധങ്ങൾക്ക് ഇപ്പം ഭയങ്കര മോശമായ ആളാണ്, ഭയങ്കര മോശം വെച്ച് കഴിഞ്ഞാൽ ഞാൻ കൂട്ടുകാരെ ചിലപ്പോൾ വിളിക്കില്ല, അല്ലെങ്കിൽ ഞാൻ അങ്ങനെ. പക്ഷെ കാണുമ്പോൾ നമ്മളെല്ലാവരും അതുപോലെ തന്നെയാ എന്ന് പറയണു. പക്ഷെ ദിലീപേട്ടൻ അങ്ങനെ എല്ലാവരും വിളിച്ച് സംസാരിക്കും, അങ്ങനെ സ്പെൻഡ് ചെയ്യാറുണ്ട്. ഒരാളെ കണ്ട അങ്ങനെ പെട്ടെന്ന് മറക്കില്ല. ആ ഒരു മനുഷ്യൻ ഇങ്ങനൊരു ആക്രമണം വന്നപ്പം ശരിക്കും വേദന കൊണ്ടുവന്നില്ലേ? എന്റെ കരിയറിനെ എഫക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ വെങ്കിയുടെ കരിയറിനെ എങ്ങനെ അത് എഫക്ട് ചെയ്തേ? കാരണം ഞാൻ പറഞ്ഞില്ലേ, ഈ പറഞ്ഞ നമ്മളറിയുന്ന ആൾക്കാരൊക്കെ നമ്മുടെ അടുത്ത് ചോദിച്ചു തുടങ്ങി, ജോലി ഇല്ലല്ലോ, ഇനി എന്ത് ചെയ്യും? അടുത്ത പരിപാടിക്ക് പോയാലും അവര് പറയുന്നത് നീ മറ്റേ കേസിൽ അങ്ങനെ പറയത്തുള്ളൂ, നിന്നെ ഇപ്പൊ വിളിപ്പിക്കൂലോ അല്ലേ? പക്ഷെ അതൊക്കെ അന്ന് പറഞ്ഞവരോട് ഒന്നേ പറയുള്ളൂ, വെങ്കി എങ്ങും പോയിട്ടില്ല അല്ലേ? സത്യം. വെങ്കി കൊറോണ സമയം ജീവിതത്തെ അട്ടിമറിച്ചായിരുന്നു. കൊറോണ സമയത്ത് അത് വേറൊരു സംഭവം ഉണ്ടായിരുന്നു. കൊറോണ സമയത്ത് ഞാൻ അഭിനയിക്കാൻ പോയിരുന്നു. ഏതൊക്കെ സിനിമ? അത് അന്ന് ആറാട്ട് സിനിമയില്. അപ്പൊ ഉണ്ണികൃഷ്ണൻ സാറാണ് അതിന്റെ ഡയറക്ടർ. ഒരു ദിവസം അവിടെ സെറ്റിൽ നിന്ന് തന്നെ വിളിക്കുക. അപ്പൊ സുജിത്ത് ആണ് അതിന്റെ അസോസിയേറ്റ്. എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, സാറ് വിളിച്ചു, നീ ഫ്രീ ആണോ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, എനിക്കെന്ത് പരിപാടി, ഞാൻ വീട്ടിലിരിപ്പുണ്ട്. അപ്പൊ ചോദിച്ചു, അല്ല എന്താ നിനക്ക് ഇവിടെ പാലക്കാട് ഷൂട്ട് എടുക്കുന്നുണ്ട്, ഒന്ന് വരാൻ പറ്റുമെന്ന് ചോദിച്ചു. അതെ കുഴപ്പമില്ല, ഞാൻ വരാം. അല്ലടാ എന്താണ് ആക്ച്വലി? അല്ല ഒരു പരിപാടി ഉണ്ടോ, നീ ജസ്റ്റ് ഒന്ന് നിന്നിട്ട് പോയാ. അഭിനയിക്കാനാണോ? അതെ. അപ്പൊ ഞാൻ പറഞ്ഞു, എടാ ഞാനാ, ഒന്നുമില്ലടാ, നീ ജസ്റ്റ് ഒന്ന് ചിരിച്ചെന്നാ മതി. അപ്പൊ ഞാൻ പറഞ്ഞു, ശരി, ഓക്കെ എന്ന് പറഞ്ഞു. അപ്പൊ ആക്ച്വലി ഞാൻ ഈ പണ്ട് സിനിമയിൽ വരുന്നൊരു ടൈമിൽ കേട്ട കുറെ കഥകളുണ്ട്. അതായത് നമ്മള് നിൽക്കുന്ന ഒരു സ്പേസ് ഉണ്ട്, അവിടെ നിന്ന് നമ്മൾ ഈ പറഞ്ഞ അഭിനയത്തിന് വേണ്ടി ഒരുപാട് പേരോട് ചോദിക്കുക, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാൽ നിന്റെ കരിയർ പോകട്ടോ, അല്ലെങ്കിൽ നിന്നെ ഒരുപാട് പേര് മാറ്റി നിർത്തും, അങ്ങനെയൊക്കെ ഞാൻ കേട്ടിട്ടൊക്കെ ഉണ്ട് എന്നുള്ള കുറച്ച് നമ്മളെക്കാൾ വലിപ്പമുള്ള ആൾക്കാരെയൊക്കെ ഇതൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ എൻ്റെ ഉള്ളിൽ പേടിയായി, ദേമി ഇനി അതിനൊക്കെ പോയിട്ട് അവസാനം ജോലി പോവാ, അങ്ങനെയൊക്കെ ടെൻഷനായി. അപ്പൊ ഞാനിത് ഇങ്ങനെ ആലോചിച്ചോണ്ടിരിക്കുക, എന്ത് ചെയ്തിപ്പോ എനിക്ക് പറയാനായിട്ട് ഒരാളേ ഉള്ളൂ. അപ്പൊ ദിലീപനോട് പറയണമല്ലോ, ഞാനിങ്ങനെ വിളിച്ചിട്ടുണ്ട്, എന്താ ചെയ്യണ്ടേ? അപ്പൊ ഞാനിത് ഇങ്ങനെ ടെൻഷൻ അടിച്ചോണ്ടിരിക്കുക. ഞാൻ പിന്നെ രണ്ടും കൽപ്പിച്ചു, ഞാൻ വിളിക്കാം, എന്തായാലും പറയാം എന്നിട്ട് ഞാൻ വിളിച്ചു. പറഞ്ഞു, അപ്പൊ എല്ലാരും വീട്ടിൽ തന്നെയാണല്ലോ, വേറെ പരിപാടികളൊക്കെ. അപ്പൊ ഞാൻ ചോദിച്ചു, ചേട്ടാ എന്നെ മാതിരി സാറ് വിളിച്ചിട്ടുണ്ട്, എന്തിനാടാ? അപ്പം ഞാൻ പറഞ്ഞു, അല്ല ഇങ്ങനെ ആറാട്ട് ഷൂട്ട് നടക്കണ്ടല്ലോ,
അവിടെ എന്താ അഭിനയിക്കാനെന്ന് തോന്നുന്നുണ്ടെന്ന് പറഞ്ഞു. ആണോ, അതിൽ ഏത് സീനാ? ഞാൻ പറഞ്ഞ അതിലൊരു സോങ്ങിന്റെ സീക്വൻസ് ആണ്. അപ്പൊ അതിനകത്തൊന്ന് ജസ്റ്റ് ഒന്ന് ചിരിച്ചു കാണിക്കുന്ന പരിപാടിയുള്ളൂ. അപ്പൊ അത് ചെയ്തു. അപ്പൊ എനിക്ക് തോന്നുന്നു ദിലീപണ്ണ സ്റ്റോറി അറിയാന്ന് തോന്നുന്നു. അപ്പൊ അതായിരിക്കും. അപ്പൊ എന്നോട് തോന്നുന്നു ഇന്ന മാതിരി ഒരു സീനാണ്, ഒരു കല്യാണ ചെക്കനായിട്ട് നിങ്ങൾ നടന്നു വന്നൊരു സീനാണെന്നാ പറഞ്ഞേന്ന് പറഞ്ഞു. ആ ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ഇനിയിപ്പോ എന്താ, നിനക്കെന്താ പരിപാടി? ഞാൻ പറഞ്ഞു പരിപാടി ഒന്നുമില്ല, വീട്ടിലിരിക്കണം. ഫ്രീ അല്ലേ, നമ്മൾ ചെയ്തിട്ടോ. അപ്പൊ ഞാൻ ആലോചിച്ചു, ഞാൻ എന്തിനീ ടെൻഷനൊക്കെ അടിച്ചത്? നമ്മൾ കേൾക്കുന്നത് പോലെ അല്ല എന്ന് എനിക്ക് അന്നാണ് മനസ്സിലായത്. കാരണം ഞാൻ അത്ര നേരം ടെൻഷൻ അടിച്ച് സമ്മതിക്കുമോ, ഇനി വേറെ എന്തെങ്കിലും വിചാരിക്കുമോ, അതൊക്കെ നമ്മൾ അലട്ടുമല്ലോ. കാരണം നമ്മൾ അങ്ങനെ ഒരു സ്പേസിൽ നിൽക്കുന്നത് കൊണ്ടാണ്. അതെ. പക്ഷെ ഈസി കേക്കൊക്കെ ആയിരുന്നു. നീ പോട്ടോ, എന്താ